സാധാരണ സുനിലിന്റെ ഈ ഐ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചാനലാണ്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഞാനിപ്പോ ഈ വിളിച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ആ വാർത്ത കേട്ടപ്പോഴേ അതിനകത്തിൽ ഈ വൈദ്യന്മാരെ കുറിച്ച് കുറെ മോശമായിട്ട് ഒരുത്തം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതായത് ഇത് എന്തോ അവന്മാരുടെ ഇതാണെന്നാണോ വിചാരം, അവന്മാർ എന്തോ ഒരു മുളകുടച്ച് മറ്റുള്ളവർക്ക് എന്തോ കഴിക്കുന്നതാണ്, കുപ്പി ചേർക്കാത്തവരാണ്, ഇങ്ങനെയൊക്കെ കുറെ കമന്റ്സ് പറഞ്ഞ്. അപ്പൊ ഞാനത് കേട്ടപ്പോ ഈ ഒറിജിനൽ വൈദ്യ ഫാമിലിയിൽ ജനിച്ച ഒരു ആളാണ് ഞാൻ. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഒട്ടും അറിയാതെ ഇന്നലെ എങ്ങാണ്ട് എവിടുന്നോ കയറി വന്ന് ഒരുത്തൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ കൊള്ളുമല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടു വാക്ക് അതിൻ്റെ ആ ഒറിജിനൽ ജസ്റ്റ് സുനിലിനോടൊന്ന് പറഞ്ഞിട്ട് നിർത്താവൊന്നും കണ്ട, അല്ലാതെ ഒരു ആർഗ്യുമെന്റ്സിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ തുടങ്ങിയത്. കേട്ടോ സുനിലേ? ഈ ഈ ഏലിയാമ്മ വർഗീസ് എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് തന്നെ ഞാൻ ആദ്യം പറയട്ടെ. ഈ ഏലിയാമ്മ വർഗീസ് ഞങ്ങളെല്ലാവരും ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. മനസ്സിലായോ? എൻ്റെ സിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണ്. ഏലിയാമ്മ വർഗീസിന്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ പോയിട്ടുണ്ട്. ഈ പടം കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററോട് വിളിച്ച് ചോദിച്ചേടി നിന്റെ കൂടെ പഠിച്ച ഏലിയാമ്മ വർഗീസ് അല്ലേ? അപ്പം ആന്നു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സിസ്റ്റർ അവരുടെ വീട്ടിൽ പോയി കാപ്പിയെല്ലാം കുടിച്ചിട്ടുണ്ട്. ഞാനും തേവലക്കരക്കാരി തന്നെയാണ്. തേവലക്കര വൈദ്യ ഫാമിലി ജനിച്ച ഒരു, അതായത് സഹോദരനും സഹോദരിയും ഉള്ള വീടുണ്ടല്ലോ. അപ്പൊ അതിൽ സഹോദരിയ തേവലക്കര വൈദ്യന്മാരുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആ ഹിസ്റ്ററി ഞാൻ പുറകെ സുനിലോട് പറയാം. ആദ്യം ഞാൻ ഈ ഏലിയാമ്മ വർഗീസിനെ പറയട്ടെ. ഈ ഏലിയാമ്മ വർഗീസ് നല്ല ഒരു കുട്ടി, വളരെ നല്ല രീതിയിൽ ജീവിച്ച ഒരു കുട്ടിയാണ്. അതിൻ്റെ എനിക്കറിയുന്നിടത്തോളം അതിൻ്റെ ഫാദറിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവക്കൊരമ്മയും അമ്മയുടെ ഒരു സിസ്റ്ററും ഉണ്ട്. അപ്പം ആ സിസ്റ്റർ ഒരു മിഡ് വൈഫ്, ആദ്യകാലത്തെ ഒരു മിഡ് വൈഫ്. അപ്പം ഇവൾക്കൊരു ബ്രദറും ഉണ്ട്. ആ ബ്രദറുടെ പേര് എനിക്ക് തോന്നി EV എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ഡോക്ടറാണ്. ഈ കൊച്ച് 10th എല്ലാം കഴിഞ്ഞിട്ട് ഈ ഡെന്റൽ ഹൈജീന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അവളങ്ങനെ അഡ്മിഷൻ കിട്ടിപ്പോയ കാര്യമൊക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാം. പിന്നെ എനിക്ക് ഇവളെ കുറിച്ച് അറിയത്തില്ല. സൺഡേ സ്കൂളിലൊക്കെ വരുന്ന ഒരു നല്ല ഡീസൻ്റ്, അന്നത്തെ സമയത്ത് നല്ല ഡ്രസ്സപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു കൊച്ചായിരുന്നു. പിന്നെ ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പം ഇവളെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ പക്ഷെ ആ കൊച്ചിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. ഞങ്ങളെല്ലാം തേവലക്കര ഹൈസ്കൂളിൽ പഠിച്ച പിള്ളേരാണ്. അപ്പൊ ഈ കൊച്ച് കല്യാണമൊക്കെ കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞു. പക്ഷെ ഞാനൊന്നും അറിയത്തില്ല. ഞാനൊരു ഒത്തിരി നാൾ ഗൾഫിലായിരുന്നുണ്ട്. ബാക്കി ഹിസ്റ്ററി അറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി വന്നു. ഏലിയാമ്മ വർഗീസ് നമ്മുടെ കൊമരൻ്റെയത്തെ ബെന്യാമിനെ കല്യാണം കഴിച്ചെന്ന്. അപ്പം നമുക്കെല്ലാവർക്കും ഈ കൊമരൻ്റെയത്തെ ബെന്യാമെന്ന് പറയുന്നത് എനിക്ക് റിലേഷനുള്ള ഒരാളാണ്. അപ്പം ഇയാള്, അതായത് ഈ ബെന്യാമെന്ന് പറയുന്ന അവർ ട്വിൻ ബ്രദേഴ്സ് ഉണ്ട്. ഒരു ജോസഫ്, ഒരു ബെന്യാം, 2 പേര്. അവരെല്ലാം നമ്മുടെ വീട്ടിൻ്റെയൊക്കെ അടുത്തൊക്കെ വന്ന് പന്ത് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല അത്രയ്ക്കായിട്ട് കണക്റ്റഡാണ്. എന്നിട്ട് ഇവർ അന്ന് എവിടെയോ ഒക്കെ ജോലിക്കൊക്കെ പോയി. ഞാനങ്ങ് പോയത് കൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും അറിയത്തില്ല. ബെന്യാമ്മ കല്യാണം കഴിച്ചു, അതും എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ആ ഒരു മനുഷ്യൻ അതിനകത്ത് പറഞ്ഞു ഇയാൾ ദുബായിൽ എങ്ങാണ്ട് പോയെന്ന്, വർഗീസ് ദുബായിൽ ബ്രദറുടെ കൂടെ പോയെന്നും ഒക്കെ ഉള്ളത് ഞാനിപ്പം ഈ വാർത്തയിൽ കൂടെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അതിലൊരു കൊച്ചുണ്ടെന്നുള്ളതും എനിക്കിപ്പോഴാണ് മനസ്സിലായി. ആ മോനായിരിക്കും ഇപ്പം ഇവരുടെ കൂടെ ഉള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിവേ ഇവരുടെ ആ ഇവർ വന്ന് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതും ശരിയാണ്. ഒരു രജിസ്റ്റർ മാരേജ് ആയിട്ട് എങ്ങാണ്ടാണ് കഴിച്ചത്, അല്ലാതെ പള്ളിയിലൊന്നും വെച്ച് ഒരു കല്യാണം കഴിച്ചായിട്ടുള്ള വാർത്തയൊന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബെന്യാം അങ്ങ് ബാംഗ്ലൂരിൽ, ഇവർ ഫാമിലിയായിട്ട് ബാംഗ്ലൂരിൽ പോയതാണോ അല്ലാതാണോ അതും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ബെന്യാം അങ്ങ് മരിച്ചുപോയി. ആ വാർത്ത എനിക്കറിയാം. അപ്പം ഇവരെല്ലാവരും ഈ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ ഈ നമ്മുടെ വൈദ്യ ഫാമിലിയുടെ ഇതനുസരിച്ച് എൻ്റെ ഇപ്പോൾ ഒരു സഹോദരൻ പോയി
വൈദ്യ ഫാമിലിയിൽ അല്ലാത്ത ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നാലും അവര് വൈദ്യ ഫാമിലിയെ അക്സെപ്റ്റ് ചെയ്ത് വൈദ്യത്തി എന്നുള്ള രീതിയിലേ അവരറിയത്തുള്ളൂ. അല്ലാതെ അവര് വേറെ ഇതാണ് അങ്ങനൊന്നും പറയത്തില്ല. അതുപോലെ തട്ടാന്റെ കുടുംബത്തിലേക്ക് ഒരു തട്ടാന്റെ ഭാര്യയായിട്ട് വരുന്നത് തട്ടാത്തി തന്നെയല്ലേ? അതുപോലെ തന്നെയുള്ളൂ ഇതും. അതിനപ്പുറത്തേക്ക് എന്ത് മേന്മ ഇതിനും ഉള്ളത്? അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ ബ്രദേഴ്സ് എല്ലാരും കല്യാണം കഴിച്ചു. പക്ഷെ അവരുടെ പേര് ഇപ്പം എന്റെ ഒരു ബ്രദറുടെ പേര് ഇപ്പൊ വലിയ കുര്യൻ വൈദ്യൻ എന്നാണെന്ന് ഇരിക്കട്ടെ. അപ്പം എന്റെ നാത്തൂവിന്റെ പേര് എന്തെങ്കിലും ഒരു പേര് ഇപ്പൊ അമ്മിളിന്നോ എന്തെങ്കിലും അമ്മിളി കുര്യൻ വൈദ്യൻ അങ്ങനെ വരത്തുള്ളൂ. അതായത് അവര് നമ്മളുടെ വീട്ടിലെ ഫാമിലിയാ. നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ ആന്റി. ഈ പേരിന്റെ അറ്റത്ത് വൈദ്യനെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ വലിയ മേന്മയോ വലിയ ഒന്നും ഇല്ല. അതിനകത്തൊക്കെ വെറും ചുമ്മാ പൊള്ളയായ കാര്യമേ ഉള്ളൂ. ആ കാലമൊക്കെ പോയി. പണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇന്ന് ആളുകൾ ചിരിക്കും. ഇന്ന് കുടുംബത്തിന്റെ എന്തെങ്കിലും വായിന്റെ അറ്റത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിഹിത ഗർഭം ഉണ്ടാക്കുകയും അവരെ കളഞ്ഞിട്ട് പോവുകയും അല്ലെങ്കിൽ ഇതേപോലെ അമ്മയെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ വാലിന്റെ അറ്റത്ത് വൈദ്യനെന്നല്ല വേറെ എന്ത് കെട്ടിത്തൂക്കിയിട്ടും കാര്യമുണ്ടോ? ഇല്ല, അത് അവരുടെ ഇപ്പോഴത്തെ കാലത്തെ ജനങ്ങൾ അതാ ചിന്തിക്കുന്നേ. അതെ, മനസ്സിലായി. എന്റെ പേരിന്റെ അറ്റത്ത് വൈദ്യനെന്നുണ്ടാകൊണ്ട് ഞാൻ അമ്മയെ എടുത്തിട്ട് ചവിട്ടും, അല്ല ഞാൻ ഒരു അവിഹിത ഗർഭം ഉണ്ടാക്കിയാലും ഞാൻ വലിയ ഭയങ്കര കക്ഷിയാന്ന് പറഞ്ഞാൽ അവര് വീട്ടിലിരുന്ന് പറയത്തേ ഉള്ളൂ. നാട്ടുകാർ പോകത്തില്ലേ? അല്ലേ, അത് അവരെ വൈദ്യ ഫാമിലിയിലെ അംഗമായിട്ട് അവർ സ്വീകരിക്കണം. അതിലുള്ള മോനും വൈദ്യനാകണം. ഞാനും പറയുന്ന അതാ. കാരണം ഒരു വൈദ്യനല്ലേ പോയി കെട്ടിയത്. അപ്പൊ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഒരുത്തൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ അറിയത്തില്ല സുനിലെ, കാരണം അങ്ങനെയാ. എന്നിട്ട് ഞാൻ പറയുന്നത് ഇപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലി ഇതിൽ വന്നെന്നും കണ്ടുകൊണ്ട് ആ സ്ത്രീയെ നമുക്ക് തള്ളിക്കളയാനോ, അവർ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ഒന്നിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററുടെ കൂടെ. അപ്പൊ അത്രയും നല്ലതായിട്ട് പഠിച്ച് ഇവർക്ക് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ആക്കിയ ഉത്തരവാദിത്വം ഈ വൈദ്യൻ കുടുംബാംഗത്തിന് തന്നെയല്ലേ? അതെ സുനിൽ, എന്താണെന്നറിയാമോ, വൈദ്യൻ കുടുംബാംഗത്തിന് തന്നെ വന്ന് പറഞ്ഞ് ഇവര് രജിസ്റ്റർ മാരേജ് കഴിച്ചതുകൊണ്ട് ഇവരങ്ങ് സെപ്പറേറ്റഡ് ആയി പോയി. പിന്നെ തന്നെയല്ല ഇപ്പൊ ആ ഫാമിലിയിൽ ആരും ഇല്ല. അവരുടെ അവരുടെ മകൻ ജീവിച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ അവര് വൈദ്യന്റെ വിത്തായ മറ്റേ ചെറുക്കനോടുള്ളപ്പം അല്ലെന്ന് പറയാൻ എങ്ങനെ പറ്റും? സുനില്, നാട്ടുകാർക്ക് ഈ കുഴപ്പം. ഇപ്പൊ ബെന്യാമിന്റെ കുടുംബത്തിൽ ഇനി ഒറ്റ മനുഷ്യരുമില്ല. ആ ബ്രദേഴ്സുകൾ മുഴുവൻ മരിച്ചുപോയി. അച്ഛന്മാരുടെ പേര് വരെ എനിക്കറിയാം. ബെന്യാമിന്റെ വിത്ത് ഒരുത്തനും ഉണ്ട്, അവന് 2 കുഞ്ഞുങ്ങളുമായി. ആ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇപ്പൊ ഈ തല്ലിച്ചത്. കുഞ്ഞുങ്ങളെ കൊണ്ട് അതിപ്പോ അവരങ്ങനെ ചെയ്ത് ചിലപ്പോ എന്താന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവര് കുറച്ച് ഒരിക്കലും തല്ലാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സുനിലെ. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞത്. അല്ലാതെ അവരൊരു വെറുതെ വന്ന ഒരു പിഴച്ച സ്ത്രീയാണെന്നോ അങ്ങനെ ഒന്നും ചിന്തിച്ചാരും അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അതൊക്കെ വേറെ ഒരുത്തനിപ്പോ എന്തോ വായി വന്നൊക്കെ പറഞ്ഞല്ലോ, എന്തോ ഒരു പച്ചമരുന്ന് കൊടുത്തു, പിന്നെ കൊട്ടാരത്തിൽ പോയി. ആക്ച്വലി അതിന്റെ കഥ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ എന്റെ ബ്രദേഴ്സിനോട് ചോദിച്ചിട്ട് പറയാം. പക്ഷെ അപ്പച്ചൻ എന്റെ ഫാദർ പറഞ്ഞ് അതെന്തായിക്കോട്ടെ, അതിന്റെ കഥ എന്തായിക്കോട്ടെ, പക്ഷെ അവർക്ക് ആ ശ്രേഷ്ഠത ഉണ്ടായിരുന്നു. അവരുടെ ആ കർമ്മഫലത്തിന് അവര് ബഹുമാനിക്കപ്പെട്ടു എന്നും പറഞ്ഞ് അവർക്ക് കിട്ടിയ ആ പേരിനോട് ചേർത്ത് അമ്മയെ തല്ലാനും അവിഹിത ഗർഭം ഉണ്ടാക്കാൻ നടക്കുന്നവനൊന്നും നാട്ടുകാർ വകവെക്കത്തില്ല. അവനൊന്നും ഒരു മാന്യതയും കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ ഇതിനകത്തെ സമ്മാൻ സബ്സ്റ്റൻസ്. അല്ല, ആര് കൊടുക്കത്തില്ലെന്ന്? അമ്മയെ തല്ലിയത് മോനല്ലല്ലോ. മോൻ തല്ലിയോ? ഇല്ല, മോനല്ലല്ലോ. പിന്നെ ആര് തല്ലിയെന്ന? അത് മരുമകളല്ലേ തല്ലിയത്. ഈ ഇഷ്യൂ അങ്ങനെ പോയത് ഇത് മറ്റേ ഞങ്ങളുടെ കുമരണ്ടയ്യത്ത് വൈദ്യം കുടുംബത്തെ അപമാനിക്കുമോ എന്ന് ചോദിച്ച് ഒരുത്തം വിളിച്ചത് കണ്ടില്ലേ? അത് അവിടെ തൊട്ടല്ലേ മറ്റു പ്രശ്നങ്ങളിലേക്ക് പോയത്. അതാ ഞാൻ പറഞ്ഞു, വൈദ്യം കുടുംബത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വിളിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പൊ കുടുംബം കൂടുതൽ അപമാനിക്കപ്പെട്ടത്. അതെ, ഇപ്പൊ ആ കുടുംബത്തിൽ ആക്ച്വലി ഉണ്ടല്ലോ ആ സഹോദരങ്ങള്, ഈ ബെന്യാമിന്റെ ബാക്കിയുള്ള സഹോദരങ്ങളും ബെന്യാം ഉൾപ്പെടെ എല്ലാവരും മരിച്ചു. ഒറ്റയാളും. ബെന്യാമിന് വേറെ മക്കളില്ലേ? ആർക്കാ? ബാംഗ്ലൂരിൽ അങ്ങോട്ട് വേറെ മക്കളുണ്ടെന്ന് ആദ്യത്തെ കെട്ടിലെങ്ങാണ്ടുള്ള വേറെ മക്കളില്ലേ? അവിടെ കിടന്നല്ലേ പുള്ളി മരിച്ചത്?
ആദ്യത്തെ കെട്ടിൽ ഒരു കൊച്ചുണ്ടെന്നുള്ളതാണ് ഞാൻ ഈയിടെ അറിഞ്ഞത്. അപ്പൊ അവര് ഗർഭിണിയായിരിക്കുമ്പോഴെങ്ങാണ്ടല്ലേ ഈ ബെന്യാമ്മ അവിടെ പോയി എന്നൊക്കെ ഉള്ള ഒരു മനുഷ്യൻ പറഞ്ഞ ഇപ്പൊ ആ ചരിത്രം ഞാൻ കേട്ടത് ഇതിനകത്തിൽ കൂടെ. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഇനി ചെറുതായിട്ട് സുനിലെ ക്ഷമിക്കണേ. അതായത് ഈ വൈദ്യ ഫാമിലിയുടെ ഒരു ആക്ച്വൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാല് ഏത് രാജാവാണെന്ന് ആന്റിക്ക് നല്ലതായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. അപ്പം അവിടെ ഏതോ രാജാവിന്റെ വൈഫിനാണോ ഏതോ ഒരു തമ്പുരാട്ടി വൈഫ്. അപ്പൊ പുള്ളിക്കാരത്തിയുടെ കണ്ണിന് ഭയങ്കര ഈ അന്നത്തെ കാലത്തെ എന്തോ ഒരു വലിയ അസുഖം വന്നു. ഈ അസുഖം വന്നപ്പം നാട്ടിൽ എല്ലാ ഡോക്ടേഴ്സിനും ഒക്കെ കാണിച്ചപ്പോൾ ഒന്നും സുഖമായില്ല. അവസാനം ആരോ പറഞ്ഞു ഇങ്ങനെ തേവലക്കര ഒരു വൈദ്യനുണ്ട്, ആ വൈദ്യൻ ഇങ്ങനെ കണ്ണിന് ചികിത്സ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് അവിടുന്ന് അന്നത്തെ സമയത്ത് ഈ എന്തോ പല്ലക്കോ കുതിരവണ്ടിയോ ഒക്കെ തിരുവിതാംകൂറിൽ നിന്ന് കൊടുത്ത് ഈ തേവലക്കര എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് ഈ അപ്പച്ചനെയും കൊണ്ട് അവിടെ പോയി. അവിടെ കൊട്ടാരത്തിൽ പോയി അവിടെ ചെന്ന് താമസിച്ചു. എന്നിട്ട് കൊട്ടാരം ആ തമ്പുരാട്ടിയുടെ കണ്ണിന് പൂർണ്ണ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ കൊട്ടാരം വൈദ്യൻ എന്നുള്ള പേര് അന്നത്തെ സമയത്ത് രാജാക്കന്മാർ കൽപ്പിച്ചു കൊടുക്കുമല്ലോ പേരുകളെ. കൊട്ടാരം വൈദ്യൻ എന്നുള്ള പേരും കൊടുത്തു. എന്നിട്ട് ഈ തേവലക്കര എന്ന് പറയുന്ന ആ ഒരു ഏറിയ, മനസ്സിലായോ, അത്രയും ഏറിയ ഈ അപ്പച്ചന് വേണ്ടിയിട്ട് കരം ഒഴിവാക്കി. കരമേ ക്രിസ്ത്യാനിയല്ലോ. എന്തോ അന്ന് പുള്ളി ക്രിസ്ത്യാനിയല്ലോ. ക്രിസ്ത്യാനിയാ എന്റെ പൂർവികനാ ഇത് ക്രിസ്ത്യാനി. തോമസ് ലീഹ വന്ന സമയത്ത് ഇവരൊക്കെ പണ്ട് ഇതായിരുന്നു എന്നുള്ളത് അത് നേരത്തെയുള്ള. പക്ഷെ എന്തോ തോമസ് ലീഹ വന്നതിന് എന്ത് തെളിവുള്ളൂ? ഞാനൊരു ഓർത്തഡോക്സ് ഇഡിയറ്റാ ഞാനേ. മനസ്സിലായി. ഞാൻ ഈ തോമസ് ഇവര് വരുന്നു മോർത്തോമസ് ലീഗയുടെ സിംഹാസനത്തില നമ്മുടെ കോട്ടയത്തെ കഞ്ഞിക്കുഴിയിലെ നമ്മുടെ കക്ഷി ഇരിക്കുന്നെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എവിടെയായിരുന്നു ഒരു സിംഹാസനം ഉണ്ടായിരുന്നത്? അതൊക്കെ പോട്ടെ. അപ്പോഴേ ഞാൻ പറയാൻ വന്നത് ഈ മനുഷ്യൻ ഏതാണ്ട് ഈ വൈദ്യനെ കുറിച്ച് കുറെ മോശമായിട്ട് ഇപ്പൊ ആ ഒരു മനുഷ്യൻ സംസാരിച്ചപ്പോ എനിക്ക് എന്തോ ഒരു വിഷമം. കാരണം അയാൾക്ക് ഒറിജിനൽ എന്തറിയും അതല്ല. ഇപ്പൊ ഈ വൈദ്യൻ എന്ന് പറഞ്ഞാല് പണ്ട് ആ കാലഘട്ടത്തിലും പലതരം വൈദ്യന്മാരുണ്ട്. ലാടവൈദ്യന്മാരുണ്ട്, കാട്ടുവൈദ്യന്മാരുണ്ട്, കാട്ടുമൂപ്പന്മാരുണ്ട്, ഒത്തിരി സാധനമുണ്ട്. അന്നേരം എങ്ങനെയോ പുള്ളി ഇപ്പൊ പുള്ളിയുടെ ചികിത്സ മിടുക്കുകൊണ്ട് പുള്ളി ഇത് കൊടുത്തു കാണാം. അദ്ദേഹത്തിന്റെ കർമ്മഫലം അനുസരിച്ച് അദ്ദേഹത്തിന് പദവി കിട്ടിക്കാണാം. ഇന്നും നമ്മുടെ നാട്ടിൽ എന്തുമാത്രം നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് ഈ നാട്ടില് 10,000-കണക്കിന് ഒപ്താൽമോളജിസ്റ്റുകളുണ്ട്. അതല്ലാതെ മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്, ആയുർവേദയുണ്ട്, സിദ്ധയുണ്ട്, യുനാനിയുണ്ട്, നാട്ടുവൈദ്യനുണ്ട്. ഇതിനകത്തും ഈ ലാടവൈദ്യനുണ്ട്, കാട്ടു ചികിത്സ എല്ലാ സാധനവും നമ്മുടെ നാട്ടിലുണ്ട്. അന്നേരം അതുപോലെ ഈ മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു നാട്ടിലാണ് ഇന്ന് ഈ വാലിൽ ഈ സാധനമായിട്ട് നടന്ന് ഞാൻ പഴയ കക്ഷിയാന്ന് പറഞ്ഞതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നാ പറയുന്നേ. അവൻ വാലിൽ പേരിന്റെ വാലില് ഇത് വെച്ചുകൊണ്ട് നടക്കുകയും അമ്മയെ തല്ലുകയും അവിഹിത പണി നടത്തുകയും ചെയ്തിട്ട് അവൻ ഇതാന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കൂല ഇന്നത്തെ കാലത്ത്. ഇതേ നമ്മൾ പറയുന്നത്. ഒരുത്തൻ പാപകർമ്മം ചെയ്തിടുകയിൽ അതിന് ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടുന്നു പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെന്തുമാകട്ടെ, പക്ഷെ ഈ ചരിത്രം പലരും ഇപ്പൊ സുനിൽ ഇതിനകത്തിലായതുകൊണ്ട് പലരും പലതും വിളിച്ചു പറയും. പക്ഷെ ഇച്ചിരി അതിന്റെ ഒരു സത്യം ചേച്ചി അമ്മ ആന്റി പറയുന്നതേ ഉള്ളൂ. അതായത് തീർച്ചയായിട്ടും നമ്മള് കേൾക്കുന്നു, അതിനെ മാനിക്കുന്നു. ആന്റിയുടെ വേർഷൻ നമ്മളത് കേൾക്കുന്നു. അതെല്ലാം പറഞ്ഞത് സത്യമാണ്. അപ്പൊ ഞാൻ അന്നേരം പക്ഷെ നമ്മൾ യോജിക്കുന്ന ഒരു പോയിന്റ് ആന്റിയും പറയുന്നു അത് ചെയ്തത് തെറ്റാണ്. അത് അവര് ആ പറയുന്ന ഏലിയമ്മയെ ഒരു വൈദ്യത്തി തന്നെയാണ്. അന്നേരം അവരെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരുടെ സ്വഭാവശുദ്ധി മോശമാണ് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് ശരിയല്ല. കാരണം അവര് മോശമാകുന്ന എങ്ങനെയാ? അവരെ പ്രാപിച്ച് അവരെ ഗർഭിണിയാക്കി അവസാനം അവരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ് അവര് കുഞ്ഞുമായി അവരിപ്പം ഗതിയില്ലാതെ കിടക്കുന്ന അവസ്ഥയാക്കിയിട്ട് ഞങ്ങളുടെ വൈദ്യനാച്ചായൻ മിടുക്കനായിരുന്നു, ഇവര് മോശമാണെന്ന് പറഞ്ഞതിനകത്ത് ഒരിക്കലുമല്ല. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ആര് ചെയ്താലും, ഈവൻ എന്റെ ആരെങ്കിലും ചെയ്താലും ഞാനത് സപ്പോർട്ട് ചെയ്തില്ല. കാരണം അതങ്ങനെയാണ് അതിന്റെ സത്യം. എന്നിട്ട് ഞാൻ ഇച്ചിരി പറഞ്ഞോട്ടെ. എന്നിട്ട് ഈ രാജാവ് പിന്നെ
ഒരു വലിയ എന്തോ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ അന്നത്തെ രാജഭരണകാലത്തെല്ലാം അങ്ങനെയാണല്ലോ. ഇങ്ങനെ ഫലകം വൈദ്യൻ എന്നുള്ള പേരെഴുതി വലിയ ഫലകം കൊടുത്തു. തേവലക്കര എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ കരമൊഴിവായിട്ട് വൈദ്യന് പതിച്ചു കൊടുത്തു. എന്നിട്ട് അത് മുഴുവൻ തേവലക്കര വൈദ്യന്റേതായിരുന്നു. അങ്ങനെയാണ് ഈ വൈദ്യൻ. അതിന്റെ പേര് ദേവലോകക്കര എന്നായിരുന്നല്ലോ ആ സമയത്ത്. ദേവലോകക്കര എന്നുള്ളത് അത് മനുഷ്യൻ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും. അല്ലെങ്കിൽ ലോപിച്ച് ദേവലോകക്കര എന്ന് പറഞ്ഞ എല്ലാ മതങ്ങളും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇത് ദേവലോകം ആണെന്നുള്ള ഒരു ഇതായിരിക്കും. അതൊക്കെ എല്ലാ സമൂഹങ്ങളും അത് വൈദ്യ നമ്മുടെ ഇവരുടെ കുടുംബക്കാർ മാത്രമല്ല, എല്ലാ നാനാജാതി സമൂഹത്തിലുള്ള ആളുകളും അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞു. നമ്മളിപ്പോ അങ്ങനെ ഇപ്പൊ അന്നത്തെ സമയത്തിന്റെ ഒരു ഇതായിരിക്കും. ഒരു പക്ഷെ രാജാവ് കൊടുത്തപ്പോ ഇങ്ങനെ നിങ്ങളുടെ ആൺ സന്തതികൾക്ക് മാത്രം അങ്ങനെയാണ് ഈ വൈദ്യൻ. ഇപ്പൊ എനിക്ക് ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ബ്രദേഴ്സിന്റെ മക്കൾക്ക് പിന്നെ അവർക്ക് ജനിക്കുമ്പോൾ ആൺപിള്ളേരാണെങ്കിൽ അവരുടെ പേര് ഇപ്പൊ തോമസ് ആണെന്നിരിക്കട്ടെ, തോമസ് വൈദ്യൻ. അതേസമയം ഞാനിപ്പോൾ വേറെ ഒരു പേരായാലും ശോശാമ്മയെന്നോ മേരി കുട്ടിയെന്നോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ എനിക്കത് കിട്ടത്തില്ല. എന്നെ വേറെ കല്യാണം കഴിച്ചുകൊണ്ട് പോകും, ഞാൻ ആ വീട്ടിലെ അംഗമല്ല, ഞാൻ വൈദ്യ കുടുംബത്തിലെ പെങ്ങൾ ആയതുകൊണ്ട് എനിക്ക് ആ സ്ഥാനമില്ല. അപ്പോൾ അത് ആണുങ്ങൾക്ക് മാത്രം പാരമ്പര്യമായിട്ട് അങ്ങനെ പോകുന്ന ഒരു പേരായിട്ടാണ്. അതും വളരെ റെസ്പെക്റ്റബിൾ. എന്നാ സുനിൽ ഇപ്പം പറയാം ആരാ ആൻറ്റി റെസ്പെക്ട്. പക്ഷെ അന്നത്തെ സമയത്ത് നല്ല ഞാൻ പറഞ്ഞില്ല, ഇപ്പം അന്ന് അങ്ങനെ ഒരു കർമ്മം ചെയ്തു അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇന്ന് അതിന്റെ പേരിൽ മെയിൻ നടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പേര് പക്ഷെ നമ്മൾ അന്ന് ഈ വൈദ്യ ഫാമിലി ജനിക്കുന്നവർക്ക് ഈ പേര് വാല് അങ്ങനെ ഉണ്ട്. പക്ഷെ ആൾക്കാർ ഇത് ഇന്ന് ഈ പേരിന്റെ അറ്റത്ത് ഈ വാലുണ്ടെന്ന് കരുതി എവിടെയെങ്കിലും ചെന്നാൽ എന്തെങ്കിലും മഹത്വം കിട്ടുമോ? ഒരു ജോലി, ഞാൻ വൈദ്യം കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ആരും ജോലി എടുക്കുവോ? ഇല്ല. അല്ല, ഞാനിത് വൈദ്യം കൊടുത്ത് ഏതെങ്കിലും ഒരു അംഗീകാരം എവിടെയെങ്കിലും കിട്ടുമോ? ഉണ്ട് മോനെ. എന്താണെന്നറിയാമോ, കല്യാണ ആലോചന ചെല്ലുമ്പോഴുണ്ടല്ലോ തേവലക്കര വൈദ്യന്റെ ഫാമിലി ആണോ എന്ന് പറഞ്ഞാൽ വളരെ ഡിമാൻഡുണ്ട്. അതേസമയം ഒരു തരകന്റെ ആണോ എന്ന് ചോദിച്ചാൽ അതിനെക്കാട്ടി ഇച്ചിരി കൂടെ കുറവുള്ള അത് ഇങ്ങനെ ഈ സാംക്രമിക രോഗം മനസ്സിലുള്ളവർക്ക് ഉള്ള ചിന്താഗതി മാത്രം. അതൊക്കെ എന്തായിരിക്കും, അതൊന്നും ഒരു കാര്യമൊന്നുമില്ല. അവൻ ബേസിക്കലി എന്താണ് അവന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവന്റെ സാമ്പത്തിക നില എങ്ങനെയുണ്ട്, ആ കുടുംബത്തിലെ മറ്റുള്ള ആളുകളുടെ എങ്ങനെയുണ്ട്, അവന്റെ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്, അവന്റെ സ്വഭാവം, ഇതിനൊക്കെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. അല്ലാതെ അവൻ വൈദ്യം കുടുംബത്തിലാന്ന് പറഞ്ഞ് കണ്ണടച്ചങ്ങ് പിടിച്ച് പെണ്ണിനെ കൊടുക്കും ഇന്നത്തെ കാലഘട്ടത്തിലാണ്. കണ്ണടച്ച് പെണ്ണിനെ കൊടുക്കത്തില്ല അവർ. പക്ഷേ വൈദ്യ ഫാമിലിയിലെ ആൾക്കാരെല്ലാം വളരെ മാന്യന്മാരും നല്ല മനുഷ്യരും. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ ഒന്നുമല്ല. പക്ഷെ ഈ പണി കണ്ട സ്വന്തം ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഈ പണിയും കാണിച്ച് അവരെ പരിപാടിയിലാക്കി ആളുകൾ വന്നിട്ട് ഇതിനകത്ത് എല്ലാം ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? അത് അല്ലെന്ന് ഞാൻ 100 പ്രാവശ്യം സുനിലോട് പറയാം. എന്താണെന്നറിയാമോ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അവനെ അന്നേരം ഈ സ്ഥാനപ്പേരും കൊണ്ട് നടക്കുന്നവന്മാര് ആ പേരിനെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അത് അതാ പറഞ്ഞത്, ഒരുത്തൻ അങ്ങനെ ആയി പോയെന്ന് കണ്ടുകൊണ്ട് വൈദ്യൻ ഫാമിലിയെ മൊത്തം നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കണം. അന്ന് അദ്ദേഹത്തിന്റെ കൊടുത്ത സൽപ്പേര് നശിക്കാതിരിക്കാൻ വേണ്ടി വേറെ ഒരു മനുഷ്യൻ പോലും ആ പേര് ഉപയോഗിക്കാതിരിക്കുക, അതല്ലേ ചെയ്യാവുന്നത് ഏറ്റവും നല്ല സാധനം. ഞാനിപ്പോ നമ്മുടെ ഗാന്ധി, നമ്മുടെ വളരെ അഹിംസാവാദിയും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന ഇദ്ദേഹത്തിന്റെ പേരും എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് നമ്മളിപ്പോ ഉപയോഗിക്കാൻ നോക്കുക. എന്നിട്ട് നമ്മള് തീവ്രവാദ പണിയുമായിട്ട് നടത്തിയിട്ട് നമ്മൾ ആ പേരും വെച്ചുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. അല്ലെ, ഒരുത്തൻ പഴിച്ചു പോയെന്ന് കണ്ടുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരെല്ലാരും അതിൽ നിന്ന് അവർ മാറ്റുമോ പേര്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. അല്ലല്ല, അറ്റ്ലീസ്റ്റ് മേനി നടിക്കാതിരിക്കുക. ഇപ്പൊ ഇത് കണ്ടല്ലോ, ഞാൻ എന്തോ ആനയാ എന്നെ ഇവിടെ വന്ന വീട്ടിൽ കയറി വെട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഒരുത്തൻ എന്നെ വിളിച്ചത്. അവൻ പറഞ്ഞവനും തെറ്റുകാരനാ. ആ പറഞ്ഞവനെ ഞങ്ങളും അത്രയും പച്ചക്ക് പറഞ്ഞതാണ്, നിന്റെ ആ പേര് കൈ വെച്ചാൽ മതിയാ, അതിനകത്ത് ഒരു കാര്യമില്ല, നിന്റെ കുടുംബത്തിൽ വെച്ചാൽ മതി എന്ന് ഞങ്ങൾ അതുകൊണ്ടാണ് പച്ചക്ക് അവനോട് പറയേണ്ടി വന്നത്. വിഷമത്തോടെ ഓടിച്ചിട്ട് അടിക്കണം. എന്താന്ന് വെച്ചാൽ അവനെങ്ങനെ അവന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോ അവനെ തന്നെ മിണ്ടാതിരിക്കല്ലേ വേണ്ടേ? മിണ്ടാതിരിക്കണം പറ്റി. അയ്യോ നമ്മുടെ കുടുംബത്തിന് മാനക്കേടായി പോയല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കേണ്ടതിന് പകരം അവനെ ആരാണ്ട് പറഞ്ഞ് ഏതാണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ ഇതുപോലെ വെള്ളം അടിച്ചിട്ട് നടക്കും ഒരു വശം കെട്ടവനാണെന്ന് പറഞ്ഞു. സാരമില്ല, അവന്റെ വിവരക്കേടും കൊണ്ട് ബാക്കിയുള്ളവർക്കൂട്ട് ഡാമേജ് ഉണ്ടായി.
അതാ ഞാൻ വിവരമുള്ളവരാണ് അവരെയൊക്കെ പിടിച്ചുപദേശിച്ച് ഇവിടെ ബാക്കിയുള്ളവർക്കും ആ കെട്ടിയിടുന്നത്. പേരിന് ഇപ്പൊ തന്നെ ഞാനിത് കേട്ടപ്പോ എനിക്കൊരു വിഷമം വന്നില്ല. കാരണം നമ്മളൊരു നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അടക്കം ഒതുക്കത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഫാമിലി, അതായത് ഈ വൈദ്യ ഫാമിലിക്കുള്ളത്. അപ്പൊ അവര് ഇങ്ങനെ ഒരുത്തൻ കാരണം ഇപ്പൊ സുനിലാണെങ്കിലും അത് കേട്ട് കഴിഞ്ഞപ്പോ തോന്നിയില്ല എന്തിനാ ഈ വാലും കൊണ്ട് നടക്കുന്നത്. ശരി, അപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ. പക്ഷെ നമ്മുടെ ആ ഒരു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇഷ്യൂ ഇത് വൈദ്യനാണോ മറ്റേ തരകനാണോ അല്ലെ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതല്ല. ഇതൊരു ഒരു ഇന്ന് നാളെ ഇത് എനിക്ക് സംഭവിക്കാം, അല്ലെ എന്റെ വീട്ടിൽ സംഭവിക്കാം, മറ്റൊരു സംഭവിക്കും. പക്ഷെ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു. അവന്റെ കുടുംബമോ അവന്റെ ജാതിയോ മതമോ എന്തായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു കാര്യം സംഭവിച്ചു. ആ ഇഷ്യൂനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നു. അഡ്രസ് ചെയ്ത് ആ ചാപ്റ്റർ അവിടെ കൊണ്ട് വിട്ടു. വീണ്ടും വന്നിട്ട് അതിന്റെ പുറത്ത് അത് എന്റെ കുടുംബത്തെ, ഞാൻ ഇന്ന കുടുംബാംഗത്തെ, ഞങ്ങളുടെ കുടുംബത്തെ കരിവാരിത്തേക്കാൻ മനഃപൂർവ്വം പറഞ്ഞതാ, അവര് മോശമാന്നൊക്കെ പറഞ്ഞു വന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെട്ടിക്കളയും കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു വന്ന കാരണം ഈ പറയുന്ന മനുഷ്യൻ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ കൊച്ചിനെ അറിയുമല്ലോ. അല്ലെങ്കിൽ എന്റെ വായിൽ നിന്ന് വരണമല്ലോ ആ കൊച്ച്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരുവിധം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച ഒരു പെൺകുട്ടി ആ കൊച്ച്. അതും അതിനൊരു ബ്രദറുണ്ട്, അത് ഡോക്ടറാണ്, അതും എനിക്കറിയാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പിള്ളേരെല്ലാം നമ്മൾ ഒന്നിച്ച് കളിക്കുകയും ഒന്നിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്ന, നമ്മുടെ പള്ളിയിൽ വരികയും സൺഡേ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത കൊച്ചാണ്. അതിന് മുഖം ഞാൻ ആദ്യം ഈ പ്രായമുള്ള സ്ത്രീ ഇത് ഏതാണെന്നും കണ്ട് ഈ തല്ലിയിടുന്ന കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കിയേ. എന്നിട്ട് എനിക്ക് ആ ഫേസ് അങ്ങ് ഒട്ടും അറിയുന്നില്ല. പിന്നെ ഞാൻ താടിയുടെ ഷേപ്പ് കണ്ടപ്പോഴാണ് ഓർത്ത ഇച്ചിരി നീണ്ട ഒരു താടിയാണ് കൊച്ചിൻ്റെ. അപ്പോൾ പ്പോഴാണ് ഈ കുട്ടിയാണെന്നുള്ള എനിക്ക് മനസ്സിലായി. എനിക്ക് ശരിക്കും അന്നും അത് ഏലിയ മോർഗസ് എന്നുള്ള രീതിയിലായിരുന്നു അറിയപ്പെടുന്നത്. ഇപ്പോഴും ആ ഏലിയ മോർഗസ് എന്നുള്ള ആ പേര് കേട്ടപ്പോഴേ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഏതായാലും ഞാനിപ്പം സുനിലിനെ വിളിച്ചത് പിന്നെ എന്താ ഈ ഒരു ചൊറിയൻ അവിടെ നിന്നുകൊണ്ട് ചൊറിഞ്ഞ് പറയണം ഇവന്മാരൊന്നും എന്തോ കണ്ണിൽ ചോരയില്ലാത്ത പിന്നെ എന്തോ പള്ളിയുടെ അവിടെ വഴക്കിടുന്നവരാ. അതായത് ഇതിൽ തന്നെ 2 സെക്ഷൻസ് ഉണ്ട്, ഒന്ന് മാർത്തോമയോ ഒന്ന് യാക്കോബയോ ഉണ്ട്. അപ്പൊ ഇവർ സഭകൾ തമ്മിലൊരടി പണ്ട് വട്ടിപ്പണ കേസോ അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു അടിയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണോ ഈ മറ്റേവൻ ഇങ്ങനെ കിടന്ന് പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു, ഞാനിപ്പോൾ വൈദ്യ ഫാമിലിയിലെ മെമ്പർ ആയതുകൊണ്ട് പറയുമല്ല, പൊതുവിൽ നോക്കിയാൽ നല്ല സൽസ്വഭാവികളും വളരെ നല്ല ആൾക്കാരുമാണ്. പക്ഷെ ഈ ഒരുത്തൻ ഈ ബെന്യാമിനും അതിനെക്കുറിച്ച് എന്തുവാ ഇപ്പം പറഞ്ഞ് ഞങ്ങളെ കരുതേക്കാൻ വന്നവനാണെന്നും പറഞ്ഞ് ഈ വെളിച്ചത്തോട്ട് വന്ന അവനും വേറെ ഒരു മെന്റാലിറ്റി ഉള്ളവരായിരിക്കും. അതുകൊണ്ടായിരിക്കും സ്വന്തം തെറ്റിനെ മനസ്സിലാക്കാതെ അവൻ ഇങ്ങോട്ട് പബ്ലിക്കിലോട്ട് കയറി വന്നേ, അല്ലേ? തീർച്ചയായിട്ടും അയാളത് അക്സെപ്റ്റ് ചെയ്യേണ്ടതല്ലയോ? അതായത് ഇങ്ങനൊരു സംഭവം നടന്നുപോയി എന്നുള്ള. ഞാൻ പറഞ്ഞല്ലോ സുനിലോടെ, ആ കൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഒരു വൈദ്യനാണെങ്കിൽ അവൾ വൈദ്യത്തിയാണ് ഓട്ടോമാറ്റിക്കായി. അവൾക്കുണ്ടായ കുഞ്ഞും വൈദ്യനാണ്. അപ്പൊ അതിനെ ഒന്നും ആർക്കും മാറ്റി വെക്കാനായിട്ട് പറ്റത്തില്ല. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.